ഖുർആൻ രേഖപ്പെടുത്തുന്ന മറ്റൊരു സവിശേഷമായ കാര്യം ദൈവികമായ സന്ദേശങ്ങളെ അന്ധമായി അനുകരിക്കരുത് എന്നതാണ്. അനുകരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചിന്തയെ കൊന്നുകളയുക എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ ഫുർഖാൻ 25-ാം അധ്യായത്തിലെ 73-ാമത്തെ വചനത്തിൽ ഈ ഭാഗം രേഖപ്പെടുത്തുന്നത് വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മൻ വഉംയാന. ഈ പദത്തിന്റെ താല്പര്യം നിങ്ങൾ അന്ധമായി അല്ലാഹുവിന്റെ നാമങ്ങളിലേക്ക് വരരുത് എന്നു തന്നെയാണ്. സത്യാന്വേഷികളെ, അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ. അന്ധമായി ദിവ്യ സന്ദേശങ്ങളെ അനുകരിക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നാൽ ഈ ആയത്ത് നമ്മൾ പരിശോധിക്കുക, സൂറത്തുൽ ഫുർഖാനിലെ 73-ാമത്തെ ആയത്താണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ. വിശ്വാസികൾ അല്ലാഹുവിന്റെ ആയത്തുകൾ കൊണ്ട് അവർ ഉത്ബോധനം ചെയ്യപ്പെട്ടാൽ ലം യഖിറു അലൈഹാ, അവർ അതിൻ്റെ മേൽ ചാടി വീഴുകയില്ല. സുമ്മൻ വ ഉംയാന, ബദിരന്മാരും അന്ധന്മാരുമായിക്കൊണ്ട്. ഇവിടെ ഉപയോഗിച്ച വാക്ക് ഖറ അല എന്നുള്ള വാക്കാണ്. അതിൻ്റെ അർത്ഥം ഹജമ അല, അഥവാ ഒന്നിനെതിരായി ഒന്നിൻ്റെ മേൽ ചാടി വീഴലാണ്. അതുകൊണ്ടാണ് ഖറ അല എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. അത് സത്യനിഷേധികളുടെ സ്വഭാവമാണ്. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്കെതിരായിക്കൊണ്ട് അതിനെ നിഷേധിച്ചുകൊണ്ട് അന്ധമായി അവർ അതിനെ എതിർക്കും. എന്നാൽ വിശ്വാസികൾ അങ്ങനെ അല്ല എന്നാണ്. എന്നാൽ അതിനെ നേരെ മാറ്റിയിട്ട് അവർ അന്ധമായി അനുസരിക്കുകയില്ല, അല്ലെങ്കിൽ അനുകരിക്കുകയില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കൃത്യമായ ദുർവ്യാഖ്യാനമാണത്, അല്ലെങ്കിൽ തെറ്റായ അർത്ഥം നൽകലാണത്. കാരണം വിശ്വാസികളുടെ ഗുണങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രായിലെ 107-ാമത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുത്ലാ അലൈഹിം യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദാ. ഇതിനു മുമ്പ് അറിവ് നൽകപ്പെട്ട ആളുകൾ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഖുർആൻ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദ, അവർ അവരുടെ മുഖം കുത്തി സുജൂദിൽ വീഴുന്നതാണ്. അവിടെ വീഴുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലം യഖിറു എന്നത് സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞതല്ല ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞത് അന്ധമായി എതിർക്കുന്നതിനെ സംബന്ധിച്ചാണ്. ഇനി വീണ്ടും പരിശോധിക്കുക, സൂറത്തു സജ്ദയിലെ 15-ാമത്തെ ആയത്ത് ഇന്നമാ യുക്മിനു ബി ആയാതിനല്ലദീന ഇദാ ദുക്കിറു ബിഹാ ഖറു സുജ്ജദ. നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവർ, ആ ആയത്തുകൾ കൊണ്ട് അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടാൽ ഖറു സുജ്ജദൻ, അവർ സുജൂദിലായിക്കൊണ്ട് വീഴുമെന്നാണ് പറഞ്ഞത്. വസബ്ബഹു ബിഹംദി റബ്ബിഹിം, അവരുടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധി അവർ വാഴ്ത്തും. വഹും ലാ യസ്തക്ബിറൂൻ, അവർ അഹങ്കരിക്കുന്നവരല്ല. ഇവിടെയും സുജൂദിൽ വീഴുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൂറത്തുൽ ഫുർഖാനിൽ ലം യഖിറു, അവർ വീഴുകയില്ല എന്ന് പറഞ്ഞത് ലം യഖിറു അലൈഹ, അതിനെ എതിരായിക്കൊണ്ട് വീഴുകയില്ല, അതിനെ എതിർക്കുകയില്ല എന്ന അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിനെ നേരെ വിപരീത അർത്ഥം പറഞ്ഞുകൊണ്ട് അന്ധമായി അനുകരിക്കുകയില്ല എന്ന ദുർവ്യാഖ്യാനമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ അൽഹംദുലില്ലാ, ഈ ഗുരുതരമായ വാക്ക് പറഞ്ഞ ജാബിർ അമാനി, അദ്ദേഹത്തിൻ്റെ വല്ലുപ്പയാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ മഹാനായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ തഫ്സീർ കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന മഷ്ഹൂറായ തഫ്സീറാണ്. അദ്ദേഹം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനത്തിൻ്റെ ആളുകളെ നമുക്ക് തുറന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹം ഈ ആയത്തിൻ്റെ തഫ്സീറിൽ തന്നെ വളരെ കൃത്യമായി അത് രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഭാഗം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയാണ്. സൂറത്തു ഫുർഖാനിലെ 73-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, അതായത് അള്ളാഹുവിൻ്റെ ആയത്തുകൾ മുഖേന ഉപദേശിക്കപ്പെടുന്ന അവസരത്തിൽ അവിശ്വാസികളും കപടവിശ്വാസികളും ചെയ്യാറുള്ളതുപോലെ. എന്താണ് അവിശ്വാസികളും കപടവിശ്വാസികളും ചെയ്യുക? അന്ധമായി എതിർക്കൽ. അതുപോലെ അശ്രദ്ധയും അവഗണനയും അവർ കാണിക്കുകയില്ല. നേരെ മറിച്ച് കണ്ണും കാതും കൊടുത്ത് സശ്രദ്ധം അത് മനസ്സിലാക്കുകയും സബഹുമാനം അത് സ്വീകരിക്കുകയും ചെയ്യുവാൻ ആവേശപൂർവ്വം തയ്യാറാവുകയാണ് ചെയ്യുക. അപ്പോൾ അള്ളാഹുവിൻ്റെ ആയത്തുകളെ ബഹുമാനാർത്ഥം സ്വീകരിച്ച് ആവേശപൂർവ്വം സ്വീകരിക്കുകയാണ് അവർ ചെയ്യുക. ചില ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെ, അല്ലെങ്കിൽ താല്പര്യപൂർവ്വം ദുർവ്യാഖ്യാനം ചെയ്തതുപോലെ. നോക്കൂ, ഒന്നെങ്കിൽ തെറ്റിദ്ധാരണയാണ്, അല്ലെങ്കിൽ ദുർവ്യാഖ്യാനമാണ്. രണ്ടാണെങ്കിലും ശരിയല്ല. അള്ളാഹുവിൻ്റെ ആയത്തുകൾ കൊണ്ട് ഉപദേശിക്കപ്പെടുമ്പോൾ അത് കണ്ണടച്ച് വിശ്വസിക്കാതെ വിമർശന ബുദ്ധിയ പരിശോധിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് സ്വീകരിക്കുകയുള്ളൂ എന്നല്ല ഈ വചനത്തിൻ്റെ സാരം. ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കുക. ചില ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെ, അല്ലെങ്കിൽ താല്പര്യപൂർവ്വം ദുർവ്യാഖ്യാനം ചെയ്തതുപോലെ അള്ളാഹുവിൻ്റെ ആയത്തുകൾ കൊണ്ട് ഉപദേശിക്കപ്പെടുമ്പോൾ അത് കണ്ണടച്ച് വിശ്വസിക്കാതെ വിമർശന ബുദ്ധിയ പരിശോധിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് സ്വീകരിക്കുകയുള്ളൂ എന്നല്ല ഈ വചനത്തിൻ്റെ സാരം. സാധാരണക്കാർ നൽകുന്ന ഉപദേശങ്ങളിൽ ഇത് ആവശ്യം തന്നെ. എന്നാൽ അള്ളാഹുവിൻ്റെ ആയത്തുകൾ വിമർശനപൂർവ്വം പരിശോധിച്ച് സ്വീകരിക്കാവൂ എന്ന് പറയുന്നത് കേവലം അസംബന്ധവും അതിര് കവിച്ചിലുമാകുന്നു. അള്ളാഹു പറയുന്നത് നോക്കുക. അപ്പോൾ ഇതൊരു അസംബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നേരത്തെ ഞാൻ ഓതിയ സൂറത്തു സജ്ദയിലെ ആയത്ത് അതിന് തെളിവായി കൊണ്ടുവന്നു. അതേപോലെ തന്നെ സൂറത്തു മറിയമിലെ ഇദാ തുത്ലാ അലൈഹിം ആയാത്തുർ റഹ്മാനി ഖറു സുജ്ജദൻ വബുക്കിയ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവർ കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീഴും എന്ന ആയത്തും അദ്ദേഹം കൊണ്ടുവരുന്നു. എന്നിട്ട് ശേഷം അവസാനം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇവിടെ വിമർശനത്തിനും പരിശോധനക്കും സ്ഥാനമുണ്ടോ എന്ന് ആലോചിച്ചു നോക്കുക. അപ്പോൾ വിമർശനത്തിനോ പരിശോധനക്കോ അവിടെ സ്ഥാനമില്ല.
അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ അത് സ്വീകരിക്കലാണ്.